വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് ഒരു വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും തേങ്ങ അരച്ച വെള്ളരിക്ക പച്ചടിയെ അല്ലെ, തേങ്ങ, കടുക്, ഒരു പച്ചമുളക്, ഒരു സ്വല്പ ജീരകം അങ്ങനെയൊക്കെ ചേർത്തുള്ള പച്ചടിയല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ ഈ തേങ്ങയൊന്നും അരയ്ക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചടി കാണിച്ചു തരാവേ. ഇതിപ്പം ചെറിയൊരു വെള്ളരിക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അതുകൊണ്ടാണ് 2 എണ്ണം. അപ്പൊ അധികം എരിവില്ലെങ്കിൽ നമുക്ക് 3 പച്ചമുളക് വരെ ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറുക്കാൻ ആവശ്യമായിട്ട് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളകും പിന്നെ കുറച്ച് കടുകും. ഈ വെള്ളരിക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. നമ്മളെ ഈ ഓണസദ്യക്കൊക്കെ എപ്പോഴും പച്ചടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയില്ലേ. എൻ്റെ ചാനലിൽ ഞാൻ പൈനാപ്പിൾ പച്ചടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇപ്പം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് വേണം അരിയാനേ. ഈ വീഡിയോ ഇടുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം എല്ലാവരും. കാരണം നമ്മൾ ഈ ഇടയിൽ ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. അപ്പം അത് നിങ്ങൾക്ക് മിസ്സായി പോകരുത്. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ വെള്ളരിക്ക ഉണ്ടല്ലോ, ഇതുപോലെ പൊടിയായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു ഗുണം കൂടെ പറഞ്ഞുതരാം. ഇതിന്റെ ഇച്ചിരി ജ്യൂസ് എടുത്തിട്ടുണ്ടല്ലോ, ചെറിയൊരു കോട്ടണയില് കണ്ണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ പോകും കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ 2 പച്ചമുളക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ, നമ്മൾ ഇത് വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ചാനലിൽ ചിക്കനൊക്കെ ആണെങ്കിലും ചിക്കൻ ഫ്രൈകളൊക്കെ ഉണ്ടല്ലോ, ഈസി ആയിട്ട് ചെയ്യാവുന്ന ടൈപ്പ് ഇട്ടിട്ടുണ്ട്. വളരെ ഈസി ആയത് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഇനി പറഞ്ഞ റെസിപ്പി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ സമയത്ത് ഞാൻ തിന്നിയോട് താങ്ക്സ് പറയാം കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. നമ്മളിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ലേ കടുക് പൊട്ടിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ആദ്യം ഞാൻ കടുക് പൊട്ടിക്കുവാണ്. കാണിക്കാൻ മറന്നുപോയ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് തൈരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പച്ചടിക്ക് തൈര് ഇല്ലാതെ പറ്റത്തില്ലെന്ന്. ഞാൻ എടുത്ത് കാണിക്കാൻ മറന്നുപോയതാ കേട്ടോ, സോറി. ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ ഇതിനകത്ത് അരയ്ക്കുന്നൊന്നും ഇല്ലല്ലോ, അപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു സ്വല്പം ഇട്ടാൽ മതി. മറ്റേ പച്ചടിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടി. ഇനി നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാതെ. വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആകണേ, അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് പോകണ്ടേ. എന്നിട്ട് നമുക്ക് കറിവേപ്പില. ഇതൊന്നായി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിനകത്തുനിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കുവേ. ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലോട്ട് നമ്മളിതൊന്ന് മാറ്റി കൊടുക്കണം. കുറച്ച് എണ്ണയും കടുകും അതിനകത്ത് കിടക്കണേ കണ്ടോ. ഇതുപോലൊരു പാത്രത്തിൽ ഇതുപോലെ അങ്ങ് മാറ്റിയേക്കണേ. ബാക്കി എണ്ണ, കടുക് അവിടെ കിടപ്പുണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മൾ ഈ പച്ചമുളക് ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകണേ. പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇത് അതിൻ്റെ ആ ഒരു അരി ഉണ്ടല്ലോ അത് പൊട്ടിത്തെറിക്കും. നീളമുള്ള സ്പൂണ് വേണം എടുക്കാനേ, ഇളക്കാനൊക്കെ. അത് ചെറുതായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേന് ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അന്നേരത്തേനും നമുക്ക് ഈ വെള്ളരിക്ക അരിഞ്ഞത് അതിനകത്തോട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റണേ. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇത് ഈ മുളകിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ചുമയ്ക്കാൻ വരും. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളരിക്ക ഒന്ന് വെന്ത് കിട്ടണേ. ഈ വെള്ളരിക്കകത്ത് നല്ല പോലെ വെള്ളമുണ്ട്, അപ്പം അതിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങിക്കൊള്ളുവേ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമുക്ക്. തൈരിട്ട് കഴിയുമ്പം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് നോക്കിയിട്ട് ഇടണേ. കാര്യം പുളി വരുമ്പം കുറച്ചുകൂടി ഉപ്പ് വരുമല്ലോ. ഇനിയിപ്പം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇപ്പം ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറികളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, വ്യത്യസ്തമായ രുചികളിൽ ചേരുവകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ പിന്നെ നമുക്കത് എടുക്കാമല്ലോ. ഇതിപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇത് വളരെ ഈസിയാണ്. തേങ്ങയൊന്നും ഇപ്പം ചെറിയതില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പച്ചടി ഉണ്ടാക്കാം. ഞാൻ ഈ വഴറ്റാൻ നേരം കടുക് പൊട്ടിക്കാൻ നേരവും സിമ്മിൽ വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. നമ്മൾ ഈ വെള്ളരിക്ക ഇവിടെ വേഗം വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഒരു സ്വല്പം വെള്ളം കൂടെ ഉള്ളൂ. ഒരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടുവേ. ഇത് വെന്ത് ഉടയുകയൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഗ്യാസ് ഇതൊക്കെ ഓഫ് ചെയ്തേക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷമേ പച്ചടിക്കകത്ത് തൈര് ചേർക്കാവുള്ളൂ. കുറച്ച് നേരം ഇരുന്നൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമ്മുടെ വെള്ളരിക്ക ഇവിടെ കുറച്ച് തണുത്തിട്ടുണ്ട്, അതിൻ്റെ ആവിയൊക്കെ കുറെ പോയി. ഈ തൈരുണ്ടല്ലോ, ഈ സ്പൂൺ വെച്ച് തന്നെ ആണേലും ഒന്ന് ഉടച്ചാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ മതി. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇങ്ങനെ. ഇപ്പോഴത്തന്നെ ആ തൈര് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളരിക്കകത്തോട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നമ്മളിപ്പോൾ സദ്യക്കല്ലാതാണേലും നമ്മളിപ്പോൾ ഡെയിലി യൂസിനൊക്കെ എടുക്കാനാണേലും നല്ലതാണ് കേട്ടോ. ഇതുപോലൊരു പച്ചടി ഉണ്ടെങ്കിൽ എന്തേലും ഫ്രൈ ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുവേ. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കണം. നമ്മൾ തൈര് ചേർത്ത് കൊടുത്തല്ലേ, അപ്പം ഉപ്പ് നോക്കിക്കോണേ. കുറച്ചുകൂടി ഉപ്പിടണം. നമ്മൾ ആ വെള്ളരിക്കകത്ത് കയറുന്ന ഉപ്പാണ് നമ്മൾ ഇട്ടത് നേരത്തെ. അപ്പം തൈരിടുമ്പോൾ അതിൻ്റെ ആ പുളിയൊക്കെ ആയിട്ട് ഒന്ന് ശരിയായി പോകാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണേ. നമ്മൾ ഈ പച്ചടിക്കകത്തുണ്ടല്ലോ തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്, അതുപോലെ പുളി ഇല്ലാത്തതും ഉപയോഗിക്കരുത്. ഒരു മീഡിയം സൈസ് പുളി, അതാണ് നമുക്ക് ആവശ്യം. തീരെ പുളി ഇല്ലെങ്കിലും ഉണ്ടല്ലോ പച്ചടിക്ക് ഒരു ടേസ്റ്റ് നമുക്ക് തോന്നത്തില്ല. ആവശ്യത്തിനുള്ള പുളി വേണേ. അപ്പോൾ ഉപ്പും എല്ലാം ശരിയായി. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ആ കടുക് വറുത്തതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് കോരി വെച്ചില്ലേ, അതിതാ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഈസി ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. തേങ്ങ തിരുങ്ങാനോ അത് അരയ്ക്കാനോ ഒന്നും പോകണ്ട. നമുക്ക് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരും നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത അടിപൊളി ടേസ്റ്റിലുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ എന്നെ. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റാവേ. നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ആ ഒരു വെള്ളയ്ക്കകത്ത് ആ ഒരു ഗ്രീനും ആ മുളകിന്റെ ആ ഒരു റെഡും എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോഴേ നമ്മളത് പ്രസന്റ് ചെയ്ത് വെച്ചേക്കുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് തന്നെ ഒരു കഴിക്കണമെന്നുള്ളൊരു തോന്നൽ വരും. അന്നേരവേ ഉണ്ടാക്കി കഴിയുമ്പോൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തും കൂടെ വെക്കാൻ ശ്രമിക്കണേ. ഈ പ്രാവശ്യത്തെ ഓണത്തിന് അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഇപ്പോൾ ഓണസദ്യക്ക് തന്നെ അല്ല, അല്ലാതാണേലും ഡെയിലി നമുക്ക് ഇപ്പം പച്ചടിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാവേ. അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമാവുകയാണെ കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്